മേൽപ്പമ്പന്ന ദിക്കിലെ മാക്കോടെന്ന ഒരു സ്ഥലത്തു നിന്നുമാണ്. കഴിഞ്ഞ 3 വർഷത്തോളമായി ബഹുമാന്യനായ ഹാമിദ് കോയ തങ്ങളെ എനിക്ക് നല്ല പരിചയമാണ്. ഹാമിദ് കോയ തങ്ങളെ പരിചയപ്പെടാൻ കാരണമായത് തന്നെ അദ്ദേഹത്തെ എതിർക്കുന്ന ഒരു വിഭാഗം യൂട്യൂബർമാർ എന്നെ കാണാൻ വരികയും അദ്ദേഹം കാസർഗോഡ് ജില്ലയിലേക്ക് വരുന്നുണ്ട്, അതിനെ നമുക്ക് എതിർത്ത് തോൽപ്പിക്കണം, അദ്ദേഹം ഇങ്ങോട്ടേക്ക് വരാൻ പാടില്ല എന്ന് പറയുകയും ചെയ്യുന്നതോടുകൂടിയാണ് സംഭവങ്ങളുടെ തുടക്കം. അപ്പോൾ ഞാൻ കേട്ടു, അങ്ങനെയാണെങ്കിൽ ഹാമിദ് കോയ തങ്ങൾ ചെയ്യുന്ന തെറ്റുകൾ എന്താണ് എന്ന് കേൾക്കുമ്പോൾ അദ്ദേഹം ഫണ്ട് വിരിക്കുന്നു എന്നതാണ് ആ യൂട്യൂബർമാർക്കുണ്ടായ പ്രയാസം. കാരണം ഞാൻ ഫണ്ട് വിരിച്ചിട്ട് എന്താണ് ചെയ്യുന്നത്? അല്ല, അയാൾ കുറച്ച് കൊടുക്കുന്നു, ബാക്കി എടുക്കുന്നു എന്നുള്ളതാണ്. അത് നമ്മുടെ കേരളത്തിലെ ഏത് ചാരിറ്റി പ്രവർത്തനം നടത്തുമ്പോഴും അതിനെ എതിർക്കുക എന്നത് മറ്റു യൂട്യൂബർമാർക്കുള്ള അസൂയാവഹമായ ഒരു രോഗമാണ്. അത് നിങ്ങൾക്ക് അറിയുന്നതാണ്. നമ്മുടെ കേരളത്തിലെ വലിയ വലിയ ചാരിറ്റി പ്രവർത്തനം ചെയ്യുന്നവരെയൊക്കെ എതിർക്കുക, എന്നിട്ട് ഇവർക്കൊന്നും ചെയ്യാനും പറ്റില്ല, ചെയ്യുന്നത് ഇല്ലാതാക്കുകയും ചെയ്യുക എന്നത്. അങ്ങനെ ബഹുമാനപ്പെട്ട തങ്ങളെ ഞാൻ വിളിക്കുകയും ബഹുമാനപ്പെട്ട തങ്ങളോട് ഞാൻ പറഞ്ഞു, ഞാനൊരു കുഗ്രാമത്തിലാണ്, താങ്കൾക്ക് പറ്റുമെങ്കിൽ ഈ സ്ഥലത്ത് വന്ന് താങ്കളുടെ സലാത്തും മറ്റുള്ള ചികിത്സയും നടത്താൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ശരി, ഞാൻ ആളെയാക്കാം, നോക്കാമെന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ അമ്മാവനും മറ്റു 4-5 പേര് വന്ന് സ്ഥലമൊക്കെ കണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ടു, പരിപാടി തുടങ്ങുകയും ചെയ്തു. അൽഹംദുലില്ലാ കഴിഞ്ഞ 3 വർഷമായി വളരെ നല്ല രീതിയിൽ, അതായത് തങ്ങൾ വരുമ്പോൾ 1000-ഓളം ആളുകൾ വരികയും റോഡുകൾ ബ്ലോക്ക് ആവുകയും ചെയ്യുന്നു. റോഡ് എന്ന് പറഞ്ഞാൽ ചെറിയ കുഗ്രാമമാണ്, ഇതുപോലത്തെ റോഡാണ് ഇവിടത്തേക്ക് വരുന്നത്. അങ്ങനെ വലിയ പ്രശ്നമുണ്ട്. അതോടുകൂടി ഈ വിഭാഗം എനിക്കെതിരെ തിരിഞ്ഞു എന്നുള്ളതാണ് വലിയ സത്യം. അതായത് തങ്ങളോട് ഞാൻ വലിയ ഫണ്ട് വാങ്ങുന്നെന്നും മറ്റും പറഞ്ഞിട്ട്, തങ്ങൾക്കറിയാം ഞാനൊരു ഫണ്ടും വാങ്ങിയിട്ടില്ല. പക്ഷെ തങ്ങളെ കൊണ്ട് ഒരുപാട് ഉപകാരങ്ങൾ ആ പ്രദേശത്തുകാർക്ക് ലഭ്യമായിട്ടുണ്ട്. ഞാൻ പ്രതിദാനം ചെയ്യുന്ന എൻ്റെ മഹലിലെ പള്ളിക്ക് ലഭ്യമായിട്ടുണ്ട്, മദ്രസയ്ക്ക് ലഭ്യമായിട്ടുണ്ട്.